അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. +1 മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് ഈ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച സെറ്റ്, ആ സെറ്റുകൾ തമ്മിലുള്ള റിലേഷനും അതിന്റെ ഫംഗ്ഷൻ, പിന്നെ നമുക്ക് കുറച്ച് ഫംഗ്ഷന്റെ ഗ്രാഫുകൾ പഠിക്കാനുണ്ട്, പിന്നെ ഡൊമെയിൻ, റേഞ്ച്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ കാര്യം. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരു വെയിറ്റേജ് കുറഞ്ഞ ഒരു ചാപ്റ്റർ ആണ്. 4 മാർക്കിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാഠം. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ റിലേഷനും ഫംഗ്ഷനും മുമ്പ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്. അതിനു മുമ്പ് നമ്മൾ ഓർഡേർഡ് പെയർ എന്താണെന്ന് പഠിക്കണം. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എന്ന് പറയുന്ന എൻട്രീസിന്റെ ഒരു സ്പെസിഫൈഡ്, രണ്ട് എൻട്രീസിന്റെ സ്പെസിഫൈഡ് ഓർഡറിൽ എഴുതും. ഇത് സെപ്പറേറ്റഡ് ബൈ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. ഓപ്പൺ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എൻട്രീസ് എഴുതുന്നത്. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഓപ്പൺ ബ്രാക്കറ്റ് എ കോമ, ഇതാണ് ഓർഡേർഡ് പെയർ. ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട എ കോമ ബി, അതൊരു ഓർഡേർഡ് പെയർ ആണ്. ഈ രണ്ട് കമ്പോണന്റിന്റെയും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? 2 എൻട്രീസ് ആർ സെപ്പറേറ്റഡ് ബൈ എ കോമ. കോമ യൂസ് ചെയ്തിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. എൻക്ലോസ്ഡ് വിത്തിൻ ഓപ്പൺ ബ്രാക്കറ്റ്. ആദ്യം എഴുതിയിരിക്കുന്ന ഓർഡേർഡ് പെയർ വരുമ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് രണ്ട് കമ്പോണന്റിനെ എന്തുപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം? കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. പെയർ ആയിട്ട് ഇതൊരു ഓർഡേർഡ് പെയർ ആണ്. വായിക്കുന്ന ഓർഡേർഡ് പെയർ എ കോമ ബി. ഓക്കെ, ഈ ഓർഡേർഡ് പെയർ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് കമ്പോണന്റ്, ആദ്യം എഴുതിയിരിക്കുന്ന എ ആണ് ഫസ്റ്റ് കമ്പോണന്റ്. രണ്ടാമത് ബി എന്ന് പറയുന്നതാണ് അതിന്റെ സെക്കൻഡ് കമ്പോണന്റ്. അപ്പൊ ഓർഡേർഡ് പെയറിന് ആദ്യത്തേതാണ് ഫസ്റ്റ് കമ്പോണന്റ്, രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ് അതിന്റെ സെക്കൻഡ് കമ്പോണന്റ്. മനസ്സിലായല്ലോ? ഇതാണ് ഓർഡേർഡ് പെയർ എങ്ങനെയാണ് എഴുതുന്നത്, മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. കോർഡിനേറ്റ്, ഒരു പോയിന്റ് കോർഡിനേറ്റ് എഴുതുന്നത് എങ്ങനെയാണ്, അതേ രീതി തന്നെയാണ് നമ്മൾ ഓർഡേർഡ് പെയർ എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ട് ഓർഡേർഡ് പെയർ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഞാൻ എഴുതിയ രണ്ട് ഓർഡേർഡ് പെയർ എ കോമ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഈക്വൽ ടു സി കോമ ഡി ആണ് എങ്കിൽ, എ കോമ ബി സി കോമ ഡി, ഇപ്പൊ എ കോമ ബി എന്ന ഓർഡേർഡ് പെയർ സി കോമ ഡി എന്ന ഓർഡേർഡ് പെയറിന് ഈക്വൽ ആണ് എങ്കിൽ ഇത് ഫസ്റ്റ് ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റും സെക്കൻഡ് ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റും പരസ്പരം എന്തിനായിരിക്കും? ഈക്വൽ. എ ആർക്ക് ഈക്വൽ ആയിരിക്കും? സിക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ ബി ആർക്ക് ഈക്വൽ ആയിരിക്കും? ഡിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണ് എങ്കിൽ ഫസ്റ്റ് കമ്പോണന്റ് പരസ്പരം ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് കമ്പോണന്റ് പരസ്പരം എന്തിനായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ. പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓർഡേർഡ് പെയറിന്റെ വെച്ചിട്ട് എക്സിന്റെ വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നോക്കി, എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. x minus 2 plus 4 comma y minus 4 is equal to 2 5 comma 6. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിക്കുന്നത് find the value of x and y. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ഓർഡേർഡ് പെയർ മറ്റൊരു ഓർഡേർഡ് പെയറിന് എന്താണ്? ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് വാല്യൂ കണ്ടുപിടിക്കാം? എക്സിന്റെയും വൈയുടെയും വാല്യൂ. രണ്ട് ഓർഡേർഡ് പെയർ പരസ്പരം ഈക്വൽ ആണ് എങ്കിൽ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റ് പരസ്പരം എന്തിനായിരിക്കും? ഈക്വൽ ആണ്. അപ്പൊ എന്തിനാണ്? x/2 + 4 = എന്താണ്? 5. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കമ്പോണന്റ്, ഈ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റും ഈ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റും എന്തിനാണ്? ഈക്വൽ ആണ്. അപ്പൊ x/2, ഈ 4 അപ്പുറത്ത് കൊണ്ടുപോവാ, +4 അപ്പുറം പോകുമ്പോൾ എന്തിനാണ്? മൈനസ് ആവും. 5 - 4. അപ്പൊ x/2 = 5 എന്ന 4 കുറച്ചാൽ എത്ര? 1. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന 2 ഇവിടെ പോകുമ്പോൾ എന്തിനാവും? ഇൻറ്റു ആവും. അപ്പൊ x equal to എത്ര? 1 × 2. ആൻസർ x എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതേപോലെ നമുക്ക് രണ്ടാമത്തെ കമ്പോണന്റ് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. y കിട്ടും. y minus 4 equal to 6. y is equal to -4 അപ്പുറം പോകുമ്പോൾ +4 ആവും. അപ്പൊ എത്ര? 6 + 4 ആൻസർ എത്ര? 10. ഓക്കെ, ഇങ്ങനെയാണ് ഓർഡേർഡ് പെയർ രണ്ട് എൻട്രീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിച്ച് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് കമ്പോണന്റ് പരസ്പരം ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് കമ്പോണന്റ് പരസ്പരം ഈക്വൽ ആയിരിക്കും. അത് വെച്ച് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ പോർഷനിൽ ചോദിക്കുന്നത്. അടുത്തതായിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്. ഓർഡേർഡ് പെയർ എന്താണെന്ന് പഠിച്ചു. അടുത്തത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ രണ്ട് സെറ്റ് എഴുതിയാണ്. സെറ്റുകൾ തമ്മിലുള്ളതാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യാൻ പോകുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്. 1 2 3. ബി എന്ന് പറയുന്നത്
4 5. ഓക്കെ, ഈ രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എ എന്ന സെറ്റിന്റെയും ബി എന്ന സെറ്റിന്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? എങ്ങനെയാണ് എഴുതുന്നത്? എ ക്രോസ് ബി. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി. എയും ബിയും രണ്ട് നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. എയോ ബിയോ എന്താവാൻ പാടില്ല? എംപ്റ്റി സെറ്റ് ആവാൻ പാടില്ല. എ എന്ന് പറയുന്നതിനകത്ത് 3 എലമെന്റ് ഉണ്ട്, ബി എന്ന് പറയുന്നതിനകത്ത് 2 എലമെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ഇൻറ്റു ബി എന്നല്ല വായിക്കുന്നത്, എ ക്രോസ് ബി എന്നാണ് വായിക്കുന്നത്. കണ്ടോ? റീഡ് ആസ് എ ക്രോസ് ബി. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? സെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഓർഡേർഡ് പെയർ ആയിട്ടാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുന്നത്. എ എന്ന സെറ്റിലെ ഒരു കമ്പോണന്റും ബി എന്നൊരു സെറ്റിന്റെ കമ്പോണന്റ് തമ്മിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യാൻ പോകണം. ഓർഡേർഡ് പെയർസ് ആയിട്ട് എഴുതുക. അത് നോക്കി, 1 ആരുമായിട്ട് ആദ്യം വരും? 4 ആയിട്ട്. ഓക്കെ, 1,4. അടുത്തത് 1 ആരുമായിട്ട് വരും? 5 ആയിട്ട് വരും. അങ്ങനത്തെ ഓർഡേർഡ് പെയർ 1,5. ഇനി 1ന് പെയർ ചെയ്യാൻ ബിയിൽ വേറെ എലമെന്റ് ഇല്ലല്ലോ? ഇല്ല. അടുത്തത് 2 ആരുമായിട്ട് വരും? 4 ആയിട്ട് വരും. ഓക്കെ, അടുത്തത് 2 ആരുമായിട്ട് പോവും? 5 ആയിട്ട് പോവും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ. അടുത്തത് 3 ആരുമായിട്ട് പോവും? 3 4 ആയിട്ട് പോകും. അടുത്ത 3 ആരുമായിട്ട് പേരെയും 5 ആയിട്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇതാണ്. ഇനി ഇല്ലല്ലോ? ഇല്ല. ഇതാണ് എ ക്രോസ് ബി. എ എന്ന സെറ്റിന്റെയും ബി എന്ന സെറ്റിന്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. കണ്ടാ? എ എന്ന സെറ്റ് ഞാൻ ആദ്യം എടുത്ത് എഴുതിയിട്ടുണ്ട്, ബി എന്ന സെറ്റ് രണ്ടാമത് എടുത്ത് എഴുതിയിട്ടുണ്ട്. 4,5 കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് 1 4 പേര്, അടുത്ത 1 5. ഓക്കെ, ഇനി 1 അങ്ങോട്ട് പോകാൻ ബിയിൽ വേറെ എലമെന്റ് ഇല്ല. അടുത്തത് 2 എങ്ങോട്ട്? 4, അടുത്ത 2 എങ്ങോട്ട്? 5. അടുത്ത 3 4, അടുത്ത 3 എങ്ങോട്ട്? 5. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബി ക്രോസ് എ ചെയ്ത് നോക്കാം. തിരിച്ച് ബി ക്രോസ് എ ചെയ്ത് നോക്കാം. ബി ക്രോസ് എ തിരിച്ച് ചെയ്യാം. തിരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണം തിരിച്ച് എലമെന്റ് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ തിരിച്ച് എഴുതാം. തിരിച്ച് 4 എങ്ങോട്ടാ? 1. അടുത്തത് 4 എങ്ങോട്ടാണ്? 2. അടുത്ത 4 എങ്ങനെ? 3. ഓക്കെ, ബി ക്രോസ് എഴുതുമ്പോ ആദ്യം കിടക്കുന്നതെല്ലാം ബി എലമെന്റ്. ഓക്കെ, അടുത്തത് 5 എങ്ങോട്ടാണ്? 1. അടുത്തത് 5 2. അടുത്തത് 5 എങ്ങോട്ട്? 5 3. ഓക്കെ, നോക്കി, എ ക്രോസ് ബി എഴുതിയിട്ടുണ്ട്, ബി ക്രോസ് എ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്നത് 4 5. ക്രോസ് പ്രോഡക്റ്റ് എഴുതുന്ന മനസ്സിലായല്ലോ. നോക്കി, 1 4, 1 5 ഒരു പെയർ. അടുത്ത 2 4, 2 5, 3 4, 3 5. അടുത്തത് നോക്കി, തിരിച്ച് ബി ക്രോസ് എ ആണ് വരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ തിരിച്ച് എഴുതാം. ബി എന്ന സെറ്റ് ആദ്യം എടുത്ത് എഴുതാം, എ എന്ന സെറ്റ് രണ്ടാം എടുത്ത് എഴുതാം. കൺഫ്യൂഷൻ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുതിയത് ബി ക്രോസ് എ ഇവിടെ നിന്നാണ്. 4 1, 4 2, 4 3, 5 1, 5 2, 5 3. ഓക്കെ, അതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എ ക്രോസ് ബി ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അതിനകത്ത് ആദ്യം കമ്പോണന്റ് ഉണ്ടോ? 1 1 2 2 3 3. ആദ്യം കിടക്കുന്നത് സെറ്റ് എയിലെ എലമെന്റ്. കണ്ടോ? 1 2 1 ഉണ്ട്. സെറ്റിനകത്ത് നമ്മൾ ഒരെണ്ണമല്ലേ എടുത്തോളൂ. കണ്ടോ? 2 3. കണ്ടോ? സെറ്റ് എയിലെ എലമെന്റ് ആണ് ആദ്യം കിടക്കുന്നത്. ബി രണ്ടാമത് ഓർഡേർഡ് പേരിലെ സെക്കൻഡ് കമ്പോണന്റ് നോക്കിക്കേ. 4 5 4 5 4 5. അതായത് എ ക്രോസ് ബി. ആ ബി എന്ന് പറയുന്ന ആരുടെ എലമെന്റ് ആണ്? ആ ബി എന്ന സെറ്റിലെ എലമെന്റ് ആണ്. തിരിച്ച് അതേപോലെയാണ് ഞാൻ ബി ക്രോസ് എ എഴുതിയപ്പോഴും. ആദ്യം കിടക്കുന്ന 4 5 4 3 പേരിനകത്തുണ്ട്, 5 3 പേരിനകത്തുണ്ട്. ആദ്യം കിടക്കുന്ന എലമെന്റ് ഏതിനകത്തുള്ളതാണ്? ബി എന്ന പറയുന്ന സെറ്റിനകത്ത്. രണ്ടാമത് എ ബി ക്രോസ് എ എന്ന് പറയുന്നത് 1 2 3 1 2 3. അപ്പൊ രണ്ടാമത് കിടക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ബി ക്രോസ് എ ആണ്, എ എന്ന് പറയുന്ന സെറ്റ് എ. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ എ എന്ന സെറ്റും ബി എന്ന സെറ്റും കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ എ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ട് ബി ക്രോസ് എ കണ്ടുപിടിച്ചാൽ ഒരിക്കലും എ ക്രോസ് ബി ആർക്ക് ഈക്വൽ ആവത്തില്ല. ആ ബി ക്രോസ് എക്ക് എന്തായില്ല? ഈക്വൽ ആവില്ല. ഇൻ കേസ് എ ക്രോസ് ബി ബി ക്രോസ് എക്ക് ഈക്വൽ ആവണമെങ്കിൽ എ ക്രോസ് ബി ബി ക്രോസ് എക്ക് ഈക്വൽ ആകണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എയും ബിയും എന്തിനായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ലാത്ത എല്ലാ പക്ഷത്തിലും എ ക്രോസ് ബിയും ബി ക്രോസ് എയും എന്തല്ല? ഒരിക്കലും ഈക്വൽ അല്ല. അതുകൊണ്ടാണ് ഇതേ കണക്കിന് തന്നെ എ ക്രോസ് ബിയും ബി ക്രോസ് എയും നിങ്ങൾക്ക് എഴുതി കാണിച്ചു തന്നത്.
അങ്ങനെയാണ് എ ക്രോസ് ബിയും ബി ക്രോസ് എ ഈക്വൽ ആണെങ്കിൽ എയും ബിയും സെയിം തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, അത് ഈക്വൽ ആകത്തുള്ളൂ. ഓക്കെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡെഫിനിഷൻ ഞാൻ പറയാം. ദി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു നോൺ എംപ്റ്റി സെറ്റ് എ ആൻഡ് ബി, രണ്ടും എ എന്ന സെറ്റും ബി എന്ന സെറ്റും ഏതെങ്കിലും ഒന്ന് നോൺ എംപ്റ്റി സെറ്റ് ആയി കഴിഞ്ഞാൽ എംപ്റ്റി സെറ്റ് ആയി കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാൻ പറ്റില്ല. രണ്ടും നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർഡേർഡ് പെയർസ് ആയിട്ടാണ് എഴുതുന്നത്. അതില് ഓർഡേർഡ് പെയർ എ കോമ ബി ആണ് എങ്കിൽ എ എവിടുത്തെ എലമെന്റ് ആയിരിക്കും, സെറ്റ് എയിലെയും ബി എവിടുത്തെ എലമെന്റ് ആയിരിക്കും, സെറ്റ് ബിയിലെയും. ആദ്യം കിടക്കുന്ന എലമെന്റ് എ ക്രോസ് ബി ആണ് പറയുന്നതെങ്കിൽ ആദ്യം കിടക്കുന്ന എലമെന്റ് എല്ലാം എവിടുത്തെ ആയിരിക്കും, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. രണ്ടാമത് കിടക്കുന്ന എലമെന്റ് എല്ലാം എവിടുത്തെ എലമെന്റ് ആണ്, ബി എന്ന് പറയുന്നതാണ്. അത് ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് വായിക്കുന്നത് ഡിനോട്ടഡ് ബൈ എ ഇൻറ്റു ബി ആണ്, വായിക്കുന്നത് എ ക്രോസ് ബി എന്നാണ്. എ ക്രോസ് ബി എങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ, വായിക്കുന്നത് ഇങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ. ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ്, നമ്മുടെ സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം പഠിച്ചു, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. അതേപോലെ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ എവിടുത്തെ എലമെന്റ് ആയിരിക്കും, എ ക്രോസ് ബിയിൽ ഈ സ്മോൾ ലെറ്റർ എ എയിൽ എലമെന്റ് ആയിരിക്കും, സ്മോൾ ലെറ്റർ ബി എവിടുത്തെ എലമെന്റ് ആയിരിക്കും, ബിയിൽ എലമെന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഈ കണക്കൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇതാണ് അതിന്റെ നോർമൽ സെറ്റ് ബിൽഡർ ഫോം. അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. ഒരു എക്സാമ്പിൾ വന്നു, എ ക്രോസ് ബി ഒരിക്കലും ബി ക്രോസ് എക്ക് ഈക്വൽ അല്ല. എ ക്രോസ് ബി ബി ക്രോസ് എക്ക് ഈക്വൽ ആണെങ്കിൽ എയും ബിയും എന്താവണം, ഈക്വൽ ആവണം. ഓക്കെ, ഇതാണ് രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അടുത്തായിട്ട് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ അനുസരിച്ച് പ്രോപ്പർട്ടീസ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യം എഴുതി വെച്ചിട്ടേ ഉള്ളൂ. എ എന്ന സെറ്റോ ബി എന്ന സെറ്റോ നൾ സെറ്റ് ആണ് എങ്കിൽ, എംപ്റ്റി സെറ്റ് ആണ് എങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബി ക്രോസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് എ എന്നൊരു സെറ്റ് എടുക്കുകയാണ് 1 2 3, ബി എന്നൊരു സെറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നൾ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന സെറ്റിനകത്ത് 3 എലമെന്റ് ഉണ്ട്, ബി എന്ന സെറ്റ് നൾ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, നൾ സെറ്റ് ആണ്. അതുപോലെ തിരിച്ചും ബി ക്രോസ് എ എടുത്താലും എന്ത് തന്നെയായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സെറ്റ് നൾ സെറ്റ് ആണെങ്കിൽ ആ രണ്ട് സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു പ്രോപ്പർട്ടീസ് അല്ല, ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എ ക്രോസ് ബി ഒരിക്കലും ആർക്ക് ഈക്വൽ അല്ല, ബി ക്രോസ് എക്ക് ഈക്വൽ അല്ല. എ ക്രോസ് എ ബി ക്രോസ് എക്ക് ഈക്വൽ ആകണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, എ ആർക്ക് ഈക്വൽ ആയിരിക്കണം, ബിക്ക് ഈക്വൽ ആയിരിക്കണം. ഈ നാലാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു 3 എലമെന്റ് ഉണ്ട്, 1 2 3. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് നമുക്ക് എ കോമ ബി 2 എലമെന്റ് ഉണ്ട്. നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഒന്ന് എഴുതുകയാണേ. നോക്കി, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ആരൊക്കെ, 1 എയും അടുത്തത് 1 ബിയും. അടുത്തത് നിങ്ങൾക്ക് അറിയാം, പറഞ്ഞോളൂ, എത്ര, 2 എ, അടുത്തത്ര 2 ബി, അടുത്തത് 3 എ ഓർഡേർഡ് പെയർ ആയിട്ടാണ്, അടുത്താരാണ് 3 ബി. ഇങ്ങനെയാണ് എ ക്രോസ് ബി. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി എയിൽ എത്ര എലമെന്റ് ഉണ്ട്, എയിൽ എത്ര പേരുണ്ട്, 3. കണ്ട, എൻ ഓഫ് എയിൽ, എൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ് ഇൻ സെറ്റ് എ. എയിൽ എത്ര എലമെന്റ് ഉണ്ട്, 3 എലമെന്റ് ഉണ്ട്. ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്, 2 എലമെന്റ് ഉണ്ട്. ഓക്കെ, ബിയിൽ 2 എയും ബിയും, എയില 1 2 3. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്, 1 2 3 4 5 6. എത്ര എലമെന്റ് ഉണ്ട്, 6. ആരൊക്കെ ഗുണിച്ചു 6 കിട്ടാൻ വേണ്ടി 3ഉം 2 എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അതായത് എൻ ഓഫ് എയും എൻ ഓഫ് ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3 × 2 എത്ര എലമെന്റ് ഉണ്ട്, 6 എലമെന്റ് ഉണ്ട്. ഇതിങ്ങനെ എലമെന്റ് മാത്രം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ്. എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്, നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബിയിൽ, എ ക്രോസ് ബി എന്ന സെറ്റിനകത്ത് എ ക്രോസ് ബി എന്ന സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി. അതായത് എ എന്ന സെറ്റിലെ എലമെന്റ് എണ്ണത്തെ ബി എന്ന സെറ്റിലെ എലമെന്റ് എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എൻ ഓഫ് എ ക്രോസ് ബി. കാരണം ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ 2 ഉണ്ട്. 3 × 2 എത്ര എലമെന്റ് ഉണ്ട്, എ ക്രോസ് ബിയിൽ 6 എലമെന്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ തന്നിട്ട് നമുക്ക് നോക്കാം. അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കി, എൻ ഓഫ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് നമുക്ക് 1 4 5 7. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എ കോമ ബി.
അപ്പൊ നിങ്ങൾ തന്നെ പറ, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 4 എലമെന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 എലമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n of a cross b ക്കകത്ത് എത്ര എലമെന്റ് കാണും? ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ്. ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 2. എത്ര? 4 ഇൻറ്റു, അപ്പൊ അതായത് n of a ഇൻറ്റു n of b. ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും, എങ്കിലും ഞാൻ സ്റ്റെപ്പ് എഴുതുന്നേ ഉള്ളൂ. 4 ഇൻറ്റു 2 എത്ര എലമെന്റ് ഉണ്ട്? a cross b ക്കകത്ത് 8 എലമെന്റ് ഉണ്ട്. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എയിലെ എലമെന്റുകളുടെ എണ്ണവും ബിയുടെ എലമെന്റ് എണ്ണവും എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അടുത്തതായിട്ട് നേരത്തെ പഠിച്ച തന്നെ ക്രോസ് പ്രോഡക്റ്റ്, ഒരു സെറ്റിന് ആ സെറ്റിനോട്ട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 എലമെന്റ് ഉണ്ട്, 0,1. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ക്രോസ് എ കണ്ടുപിടിക്കാൻ പോയാണ്. ശ്രദ്ധിക്കുക. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് 0,1. വീണ്ടും ഞാൻ എ എന്ന് എഴുതണേ, അത് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എ ക്രോസ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം 0 എന്ന് 0. ഓക്കെ, 0 0. അടുത്തത് 0 എന്ന് 1ലോട്ടാണ് പേര്. അടുത്ത് ഇവിടെ കോമയാണ്, ഓർഡറുടെ പേര് കഴിഞ്ഞിട്ട് എല്ലാവരും കോമയാണ്. സെറ്റിന്റെ അത് കണക്കാണ്, ഇതൊരു എലമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. സെറ്റിനകത്ത് നമ്മൾ ഒന്നായിട്ട് എഴുതും, ഒരു ഡിജിറ്റ്, ഒരു നമ്പർ, ഒരു പേര്, അങ്ങനെയല്ലേ എഴുതും. ഇവിടെ ഓർഡറുടെ പേരിനകത്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് എഴുതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് കോമ ഇടുക. അടുത്തത് എത്ര? 1 കോമ, 1ഉം 6ഉം ആയിട്ട് 0 ആയിട്ട്. അടുത്തത് 1ഉം 6ഉം ആയിട്ട് 1ഉം ആയിട്ട്. ഓക്കെ, ഇതാണ് അത്. ഇതിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2. ഇതിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2. 2 ഇൻറ്റു 2 എത്ര ഉണ്ട്? എ ക്രോസ് എയിൽ എത്ര എലമെന്റ് കാണും? നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ എലമെന്റ് എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ക്രോസ് പ്രോഡക്റ്റിലെ നമ്പർ ഓഫ് എലമെന്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇത് ഇങ്ങനെ എഴുതി വെച്ചേണ്ട കാര്യമില്ല, അല്ലാതെ നമുക്ക് എഴുതാം. അതാണ് നോക്കി, ഇപ്പൊ 0 അപ്പൊ ഞാൻ എഴുതിയൊക്കെയാണ്. എ എന്ന് പറയുന്ന സെറ്റ് മാത്രം എഴുതിയിട്ട എ ക്രോസ് എ എഴുതിയാണ്. ഓക്കെ, എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ ആദ്യം 0ക്ക് 0യോട് തന്നെ എത്ര? 0,0. 6 സെറ്റിനോട് ആ സെറ്റ് രണ്ടല്ലേ. അടുത്തത് 0ക്ക് 1നോട് കണ്ടോ, 0,1. അടുത്തത് 1ന് 0യോട്. ഓക്കെ, അടുത്തത് 1നോട് ആദ്യം 1ന് 0. ഓക്കെ, ഇങ്ങനെയാണ് 0ക്ക് 0യോട്, 0ക്ക് 1നോട്, 1ന് 0. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളവർക്ക് രണ്ടെണ്ണം എഴുതി വെച്ചു എന്ത് എഴുതാം? ക്രോസ് പ്രോഡക്റ്റ് ഇങ്ങനെ എഴുതാം. ഒരു സെറ്റിന് ആ സെറ്റിലോട്ട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആണ്. A cross B is equal to set of P, Q. അടുത്തത് P, R. അടുത്തത് M, Q, M, R. അടുത്തത് M, Q, M, R. ഓക്കെ, 4 എലമെന്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് അവർ ചോദിക്കുകയാണ് ഫൈൻഡ് A and B. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും കണ്ടുപിടിക്കും. ഫൈൻഡ് എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി തന്നിട്ടുണ്ട്. ആദ്യം കിടക്കുന്ന എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന ഓർഡേർഡ് പെയറിന്റെ ആദ്യം കിടക്കുന്നല്ല എവിടുത്തെ എലമെന്റ് ആയിരിക്കും? എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കും. രണ്ടാമത് കിടക്കുന്ന എലമെന്റ് സെക്കൻഡ് കമ്പോണന്റ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കും. അപ്പൊ എ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഫസ്റ്റ് കമ്പോണന്റ് അകത്ത് ആരൊക്കെ വരും? പി ഉണ്ട്, പിന്നെ എം ഉണ്ട്. അപ്പൊ എക്കകത്ത് ആര് വരും? P, M. ഓക്കെ, അടുത്തത് ബിക്കകത്ത് സെക്കൻഡ് കമ്പോണന്റ് ആണ് വരുന്നത് Q, R. ഓക്കെ, Q, R ആണ്. ഇത് രണ്ടും കൂടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നതാണ് ഇത് കിട്ടുന്നത്. ആദ്യം കിടക്കുന്നത് ഫസ്റ്റ് സെറ്റിന്റെ കമ്പോണന്റ് ആണ്, രണ്ടാമത് കിടക്കുന്ന കമ്പോണന്റ് സെക്കൻഡ് സെറ്റിന്റെ എലമെന്റ്സ്. ഓക്കെ, അടുത്തതായിട്ട് വെരിഫൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ റിലേഷൻ കാണാതെ പഠിക്കേണ്ടത്. അതായത് ഈ റിലേഷൻ നമ്മൾ സെറ്റ് ചെയ്താണെന്ന് പഠിച്ചിട്ടുണ്ട്. A cross bracket of B intersection C. അങ്ങനെയാണെങ്കിൽ A cross B intersection A cross C. ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് LHS ചെയ്യാം, RHS ചെയ്യാം, സെറ്റ് ചെയ്താണ്. അപ്പൊ ഈ LHS ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? B intersection C കണ്ടുപിടിക്കണം. B intersection C എല്ലാവർക്കും അറിയാം, സെറ്റ് പഠിച്ചതാണ്. ബിക്കകത്തും സിക്കകത്തും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? ബിക്കകത്തുള്ള എലമെന്റ് 1, 2, 3, 4. സിക്കകത്ത് ആരുണ്ട്? 5, 6. ഓക്കെ, അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് ആരും ഇല്ല. അപ്പൊ എന്താണ്? നൾ സെറ്റ് ആണ്. ഇനി നമുക്ക് LHS അങ്ങോട്ട് കണ്ടുപിടിക്കാം. എ ക്രോസ് എന്തിനാണ്? ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്തിനാണ്? നൾ സെറ്റ് ആണ്.
അപ്പൊ എ ക്രോസ് നൾ സെറ്റ് എത്രയാണ്? നൾ സെറ്റ്. അപ്പൊ LHS നമുക്ക് കിട്ടി. എന്ത് കിട്ടി? നൾ സെറ്റ്. ഇനി നമുക്ക് RHS ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുന്ന മുമ്പ് നമുക്ക് ആരൊക്കെയാണ് എ ക്രോസ് ബിയും കണ്ടുപിടിക്കണം, എ ക്രോസ് സിയും കണ്ടുപിടിക്കണം. അതിന്റെ രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഇന്റർസെക്ഷൻ നമുക്ക് എ ക്രോസ് ബി ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എ ക്രോസ് ബി എല്ലാവർക്കും അറിയാം. എക്കകത്ത് 2 എലമെന്റ് ഉണ്ട്, ബിക്കകത്ത് 4 എലമെന്റ് ഉണ്ട്, മൊത്തം 8 എലമെന്റ്. 1 ൽ നിന്ന് 1 അടുത്തത് 1 ൽ നിന്ന് 2 അടുത്തത് പേരിങ് വരുന്നത് 1 ൽ നിന്ന് ഇങ്ങോട്ടാണ്. കാർട്ടീഷ്യൻ പ്ലോട്ട് എടുക്കുമ്പോൾ 1 ൽ നിന്ന് 3 ആയിട്ടാണ്, 1 ൽ നിന്ന് 4 ആയിട്ട്. ഓക്കെ, അടുത്തത് 2 എന്ന് ആരുമായിട്ട്? 2ഉം 1ഉം. അടുത്തത് 2ഉം 2ഉം. അടുത്തത് 2ഉം 3ഉം. അടുത്തത് 2ഉം 4. ഓക്കെ, ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് വരുന്ന എലമെന്റ്. എയും ബിയും തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എ ക്രോസ് സി. എ ക്രോസ് സി, എയും സിയും തമ്മിൽ. ഓക്കെ, എക്കകത്ത് 2 എലമെന്റ് ഉണ്ട്, സിക്കകത്ത് 2 എലമെന്റ് ഉണ്ട്. എയും സിയും തമ്മിൽ 1ഉം എത്ര? 5ഉം. അടുത്തത് 1ഉം 6. അതേപോലെ 2ഉം 5ഉം. അടുത്തത് 2ഉം 6. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള 2 കണ്ടുപിടിച്ചു. ബ്രാക്കറ്റ് ചെയ്ത് ആദ്യം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു. അപ്പൊ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റ് എലമെന്റ് ആണ് ഈ കിടക്കുന്നത്. എ ക്രോസ് സിയിലെ സെറ്റ് എലമെന്റ് ആണ് ഈ കിടക്കുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇന്റർസെക്ഷൻ. അതൊക്കെ നമ്മൾ സെറ്റിൽ പഠിച്ച അതൊക്കെയാണ്. ഇവിടെ ഇന്റർസെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു നമ്പറൊക്കെ എഴുതത്തുള്ളൂ. ഇവിടെ ഇന്റർസെക്ഷൻ ആകുമ്പോൾ ഓരോ എലമെന്റ് എന്തിനായിരിക്കും? ഓർഡേർഡ് പെയർസ് ആയിരിക്കും. ഇതിനകത്ത് 2 കോമൺ ആയിട്ട് 1 2 1 1 1 1 2 1 3 4 1 ഇവിടെ 1 5 1 കോമൺ ആയിട്ട് ഒന്നുമില്ല. 2 1 2 2 2 3 2 4 ഇവിടെ 2 5 2 6 രണ്ടിന് കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ എന്താണ്? നൾ സെറ്റ്. ഓക്കെ, LHS ഉം RHS ഉം എന്താണ്? അപ്പൊ എന്താണ്? വെരിഫൈഡ് ആണ്. ഓക്കെ, വെരിഫൈഡ് ആയിരിക്കും. LHS കണ്ടുപിടിച്ചപ്പോൾ നൾ സെറ്റ്, RHS കണ്ടുപിടിച്ച നൾ സെറ്റ്. അപ്പം അവർ പറഞ്ഞ റിലേഷൻ കറക്റ്റ് ആണ്, അത് വെരിഫൈഡ് ആയിരിക്കും. അടുത്ത എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 3 സെറ്റ്. 3 സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നേരത്തെ നമ്മൾ 2 സെറ്റ് എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി എന്നും അല്ലെങ്കിൽ പി ക്രോസ് ക്യൂ എന്നും അങ്ങനെ ആർ ക്രോസ് എസ് അങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഇനി നമ്മൾ 3 സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അതായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. എങ്കിലും നമ്മൾ 1-2 ക്വസ്റ്റ്യൻ ടെസ്റ്റിനകത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യണം. ഈ പാഠത്തിന്റെ ഈ പോർഷൻ ഫസ്റ്റ് പോർഷൻ ലാസ്റ്റ് പോർഷൻ ആണ്. എ ക്രോസ് ബി ക്രോസ് സി, അതായത് 3 എണ്ണത്തിന്റെ. അപ്പൊ 2 എണ്ണത്തിൻ്റെതാണെങ്കിൽ നമ്മൾ ഓൾറെഡി പെയർ ആയിരുന്നു. കാരണം നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് ഒരു കോമ കൊണ്ട് 2 എലമെന്റിനെയാണ് സെപ്പറേറ്റ് ചെയ്ത്. ഇതിനകത്ത് 3 എലമെന്റ് നമ്മൾ എഴുതും, 3 നമ്പേഴ്സ് എഴുതും, 2 കോമ കൊണ്ട് സെപ്പറേറ്റ്. അതാണ് ഒരൊറ്റ എലമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് 3 എലമെന്റ് 3 ടേംസ് എന്നല്ല 3 നമ്പേഴ്സ് വരുന്നതുകൊണ്ട് അത് ഓർഡേർഡ് പെയർ അല്ല, ഓർഡേർഡ് എന്താണ്? ട്രിപ്ലറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എ എന്ന് പറയുന്നത് എ ക്രോസ് ബി ക്രോസ് സി ആണ്. അപ്പൊ എ എന്ന് പറയുന്ന ആരുടെ എലമെന്റ് ആയിരിക്കും? എയിൽ എലമെന്റ് ആയിരിക്കും. എ എന്ന് പറയുന്ന സെറ്റ് എലമെന്റ് ആയിരിക്കും. ഈ ചെറിയ ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റ് എലമെന്റ് ആയിരിക്കും. ഇത് സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്ന സെറ്റ് എലമെന്റ് ആയിരിക്കും. അപ്പൊ ഇത് 3 എഴുതുമ്പോൾ അത് ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. A is equal to സെറ്റ് 0, 1. നമുക്ക് എഴുതാനുള്ളത് എ ക്രോസ് എ ക്രോസ് എ ക്രോസ് എ. അത് ആ സെറ്റ് തന്നെയുള്ള ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ 3 സെറ്റ് ഒരേ കണക്കുള്ള 3 സെറ്റിന്റെയാണ് സാധാരണ ചോദിക്കുന്നത് നിങ്ങൾക്ക്. നമുക്ക് എ ക്രോസ് എ കാണാൻ എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ എ ക്രോസ് എ കണ്ടുപിടിച്ചു. ആദ്യം 0 0, അടുത്തത് 0ക്ക് 1, അടുത്തത് 1ന് 0, അടുത്തത് 1ന് 1. ഓക്കെ, ഇതാണ് എ ക്രോസ്. ഇതെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എ സെറ്റോട് എഴുതിട്ട് വീണ്ടും എ സെറ്റ് എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് എ ക്രോസ് എ ക്രോസ് എ. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയാല് ഫസ്റ്റ് പേര് എടുക്കുക. ഇതുമായിട്ട് എന്ത് ചെയ്യുക? എ ക്രോസ് എ. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 എലമെന്റ് ഉണ്ട്. എ ക്രോസ് എക്കകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ് ഉണ്ട്. അപ്പൊ എ ക്രോസ് എ ക്രോസ് എ എന്ന സെറ്റിനകത്ത് 4 × 2 എത്ര എലമെന്റ് കാണും? 8 എലമെന്റ് കാണും. ഓക്കെ, ഇതിനകത്ത് 4 എലമെന്റ് ഉണ്ട്, ഇതിനകത്ത് 2 എലമെന്റ് ഉണ്ട്. ഈ 4ഉം 2ഉം കൂടി ആയിട്ട് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാൻ പോകും. ഈ സെറ്റും എങ്കിൽ എ ക്രോസ് എ വരത്തുള്ളൂ. ഇവിടുത്തെ 4ഉം ഈ 2ഉം കൂടി ഇട്ട് ചെയ്യുമ്പോൾ 8 എലമെന്റ് ആണ് വരുന്നത്. അപ്പൊ ആദ്യം ഇത് പേർ ചെയ്യാം. എത്ര? 0 0 ആരുമായിട്ട് വീണ്ടും 0 കണ്ട. അടുത്ത 0 0 ആരുമായിട്ട് 1 അപ്പൊ അതിന്റെ കാര്യം 0 0 0യും 0 0യും. അടുത്ത 0 1 0 ആയിട്ട് എത്ര? 0 1 0. അടുത്ത 0 1 ആരുമായിട്ട് 1 എത്ര? 0 1 പിന്നെ 1. ഓക്കെ, അടുത്തത് 1 0 1 0 1 0 ആരുമായിട്ട്? 0 ആയിട്ട്. അടുത്ത 1 0 ആരുമായിട്ട്? 1 1 0 1. ഓക്കെ, അടുത്ത 1 1 ആരുമായിട്ട്? 0 ആയിട്ട്.
അടുത്തത് 1 1 ആരുമായിട്ട് 1 1. ഓക്കെ 1 2 3 4 5 6 7 8 ഇങ്ങനെയാണ് A ക്രോസ് A ക്രോസ് A ക്രോസ് A. ഓക്കെ കണ്ടുപിടിക്കും. ഓക്കെ